119 സങ്കീർത്തനം ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. വീണ്ടും നമ്മൾക്ക് ധ്യാനിക്കുവാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നു. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ എല്ലാ വാക്യങ്ങളിലും ദൈവവചനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കൽപ്പനകൾ, വിധികൾ, വചനങ്ങൾ, പ്രമാണങ്ങൾ എന്നൊക്കെ പറയുന്നത് ദൈവവചനത്തെക്കുറിച്ചാണ് എന്ന് നമ്മൾ ഇതിൻ്റെ പ്രാരംഭ ആമുഖത്തിൽ നമ്മൾ ചിന്തിച്ചല്ലോ. ഈ സങ്കീർത്തനം പ്രത്യേകാൽ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ കഷ്ടതയുടെ, ഭക്തന്റെ കഷ്ടത നമുക്കറിയാം. ദാവീദിന്റെ പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ ദാവീദ് വലിയ കഷ്ടതയിൽ പോയി. തൻ്റെ പാപ പ്രവർത്തികൾ മൂലമായിരിക്കാം എന്ന് പല വാക്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭക്തന് എന്തുകൊണ്ട് കഷ്ടത? നമ്മളൊരു ഭക്തനായാൽ കഷ്ടതയുണ്ട് എന്നാണ് ദൈവവചനം പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ദൈവസന്നിധിയിൽ യഥാർത്ഥമായി ഇറങ്ങിത്തിരിച്ചാൽ നമുക്ക് കഷ്ടങ്ങളുണ്ട്. തിരുവചനത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടം സഹിച്ച ഒരാളുടെ പേരാണ് ഇയ്യോബ്. ഇയ്യോബ് അതിന്റെ 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ അരിഷ്ടന് അല്ലെങ്കിൽ ശത്രുവിന് പ്രകാശവും ദുഃഖിതന്മാർക്ക് ജീവനും കൊടുക്കുന്നത് എന്തിന് എന്ന് ഭക്തനായ ഇയ്യോബ് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, ജീവിതം ദുഃഖപൂർണമാണെങ്കിൽ ഞാൻ എന്തിന് ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് അവൻ ചോദിക്കുക. ആ വലിയ കഷ്ടത്തിൽ കൂടെ കടന്നുപോയിട്ടും അവൻ അതിൻ്റെ അർത്ഥം പിന്നീടാണ് ഒരുപക്ഷെ മനസ്സിലായത്. ജീവിതത്തിൽ പ്രത്യാശയും ലക്ഷ്യവും അനുഗ്രഹവും നന്മയുമില്ലെങ്കിൽ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ഇയ്യോബ് ചോദിക്കുകയാണ്. ഇന്നും അനേക ഭക്തന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവത്തെ അറിഞ്ഞതിൻ്റെ പേരിൽ, ദൈവനാമം പ്രതി ഇറങ്ങിത്തിരിച്ചതിൻ്റെ പേരിൽ കഷ്ടതകൾ നേരിടുന്ന ഒരുപാട് ആളുകളുണ്ട്. വളരെ വലിയൊരു ശതമാനം ഇന്നും ദുഃഖത്താലും ഭാരത്താലും പ്രയാസത്താലും ദൈവവചന ശുശ്രൂഷയുടെ അല്ലെങ്കിൽ ദൈവനാമ വ്യാപനത്തിന്റെ വ്യാപൃതിയിലായിരിക്കും. സ്വന്തം ജീവൻ പോലും അവഗണിച്ച്, നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലുമൊക്കെ ഇന്നും സിറിയയിലുമൊക്കെ ഇന്നും സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്വന്തം ജീവൻ പോയിക്കോട്ടെ, അതിൻ്റെ പേരിൽ കുടുംബം പട്ടിണിയാകുന്നു, കുഞ്ഞുങ്ങൾ പട്ടിണിയാകുന്നു. വടക്കേ ഇന്ത്യയിൽ പോലും സുവിശേഷ പ്രവർത്തകർ നേരിടുന്ന പ്രതിസന്ധികളെ നമുക്കറിയാം. കർത്താവേ, അങ്ങേ അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഈ കഷ്ടത എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമുക്ക് ഈ ദൈവവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. കഷ്ടത നമ്മുടെ സഹിഷ്ണുതയെ വളർത്തുന്നു, നമ്മുടെ സഹനശീലത്തെ അത് വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല, നമ്മൾ ആത്മീയമായ ഉറക്കം വരുമ്പോഴാണ് പലപ്പോഴും ദൈവം നമ്മൾക്ക് പല വിശ്വാസികൾക്കും ഈ കഷ്ടത വരുന്നതിൻ്റെ മറ്റൊരു കാരണം അവർ ആത്മീയ ഉറക്കത്തിലേക്ക് കടന്നു പോകും. ചിലർ ആത്മീയതയിലേക്ക് കടന്നു വന്നിട്ട് സ്വയം നീതിയും അഹംഭാവവും കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ആ മനോഭാവമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്കും ദൈവം കഷ്ടത ഇട്ടുകൊടുക്കുന്ന സാഹചര്യങ്ങളെ നമ്മൾക്ക് കാണുന്നുണ്ട്. അവർ ഒന്ന് വീണ്ടും വിചാരം അവർക്കുണ്ടാകുവാൻ തക്കൊണ്ട്. മാത്രമല്ല, കഷ്ടത വരുമ്പോൾ ഭക്തൻ ദൈവത്തെ തള്ളിപ്പറയാതെ നിൽക്കുന്നത് കൊണ്ട് സാത്താൻ്റെ പല വാഗ്വാദങ്ങൾക്കുമുള്ള മറുപടിയാണ്. അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ കഷ്ടത നമ്മളെ കൊണ്ടുപോകുന്നു. അതിനേക്കാൾ എല്ലാം ഉപരി നിത്യ തേജസ്സിൽ, ആ കനമേറിയ നിത്യ തേജസ്സിലേക്ക് നമ്മളെ നടത്തുന്നത് കഷ്ടതയാണ്. അതുകൊണ്ട് നാം ചിന്തിക്കണം, കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടങ്ങളിൽ വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം കഷ്ടത നമ്മൾക്കുണ്ടായിട്ടില്ലെങ്കിൽ നാം ഒരു യഥാർത്ഥ ദൈവ പൈതലല്ല എന്ന് നാം മനസ്സിലാക്കണം. ഒരു ഭക്തന്റെ ഗ്രാഫ് ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ അത് കയറ്റ ഇറക്കങ്ങളുടെയാണ്. നേരെ പോകുന്ന ഒരു ഗ്രാഫില്ല. നേരെ പോകുന്ന ഒരു ഗ്രാഫ് എന്നതാണ്ടാണ് മരണത്തെ സൂചിപ്പിക്കുന്നത്. ECG ഒക്കെ നേരെ വരുന്ന മരണമാണ്. ഭക്തനെ സംബന്ധിച്ച് അവൻ ഉയർച്ചയുമുണ്ട് താഴ്ചയുമുണ്ട്. അങ്ങനെ ഉയർച്ച താഴ്ചകളുടെയാണ് ഭക്തന്റെ ആത്മീയ വിശ്വാസ ജീവിതം. അതുകൊണ്ട് കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുന്നുവെങ്കിൽ, പ്രയാസങ്ങൾ വരുന്നതിൽ, മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുന്നുവെങ്കിൽ നാം മനസ്സിലാക്കണം, നാം ദൈവത്തെ കൂടുതലായി അറിയുവാനും സഹനശീലം വളർത്തുവാനും ആത്മീയ ഉറക്കങ്ങളിൽ നിന്ന് ഉണരുവാനും മാത്രമല്ല നിത്യതേജസ്സിൻ്റെ ആ അവസ്ഥയിലേക്ക് നമ്മൾക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം വഴികളെ ഒരുക്കുന്നതാണ്. നമുക്ക് സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. അതിൻ്റെ 9-ാം ഭാഗമാണല്ലോ നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ വാക്യം വായിക്കാം, 65-ാം വാക്യം. നോക്കുക, യഹോവേ, തിരുവചനപ്രകാരം നീ അടിയന് നന്മ ചെയ്തിരിക്കുന്നു. ഒരു വിശ്വാസിക്ക് നന്മ വരുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനങ്ങളല്ലാത്തതൊന്നും ദൈവം നമുക്ക്
തരുന്നില്ല. അത് ജോലി ആയിക്കോട്ടെ, ഒരു രാജ്യത്തേക്ക് കടന്നു പോകുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റൊരാൾ തരുന്നതായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് ദൈവവചനപ്രകാരമാണ് ലഭിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ നന്മ തിരുവചന പ്രകാരമാണ്. അപ്പോൾ പ്രതിസന്ധികളിൽ നമ്മൾ, ഈ സങ്കീർത്തനക്കാരൻ പ്രതിസന്ധികളിലാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നീ യഹോവയെ തിരുവചന പ്രകാരം അടിയന് നീ നന്മ ചെയ്ത്. പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയപ്പോൾ വചനപ്രകാരമാണ് നന്മയെന്ന് ഭക്തന് മനസ്സിലായി. അതുകൊണ്ടാണ് അവൻ പ്രതിസന്ധികൾ വരുമ്പോൾ അവൻ തെറ്റായ ചിന്തകൾ അവന് ഉണ്ടായില്ല. നമുക്കറിയാം, പ്രതിസന്ധികൾ വരുന്ന, പ്രയാസങ്ങൾ വരുന്ന, കഷ്ടങ്ങൾ വരുന്ന പല ആളുകളും ദൈവത്തെ ചോദ്യം ചെയ്യാറുണ്ട്. നോക്കൂ, എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ സ്നേഹിതൻ അല്ലെങ്കിൽ എൻ്റെ അയൽപക്കക്കാരൻ അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവന് ഈ പ്രതിസന്ധികളൊന്നുമില്ലല്ലോ, അവൻ ദൈവത്തെ അറിയുന്നില്ല, അവൻ ദൈവത്തെ സേവിക്കുന്നില്ല, അവനെന്തിന് പള്ളിയിൽ പോലും പോകുന്നവനല്ല, യഹോവയെന്ന് അല്ലെങ്കിൽ ദൈവമെന്ന് കേട്ടുകേൾവി പോലും ഇല്ലാത്തവന് ഇത്രയേറെ നന്മയും അനുഗ്രഹവും രോഗമോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ, കർത്താവേ നീ എനിക്കെന്താണ് ഇങ്ങനെ നന്മ ചെയ്യാത്തത് എന്നൊരു ചിന്ത ഭക്തന്മേൽ ഉണ്ടായില്ല. അത് തന്നെയാണ് നമ്മൾക്ക് ആകേണ്ടത്. അവൻ്റെ ദുഷ്ടചിന്തകൾ അവന് അങ്ങനെ പറ്റാതിരുന്നത് കൊണ്ട് ആ കഷ്ടതയുടെ അനുഭവത്തിൽ കൂടെ കടന്നുപോയപ്പോൾ ദൈവവചനം നന്മയാണെന്നും അതിൽ കൂടുതൽ പഠിക്കണമെന്നും ഭക്തൻ ആഗ്രഹിക്കുകയും അതിന് അവൻ നന്ദി പറയും. അതായത് പ്രതിസന്ധികൾ, അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാമല്ലോ. കഴിഞ്ഞ ആഴ്ച പല ചിന്തിച്ചപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞാണ്, ഭക്തൻ പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയപ്പോൾ ദൈവവചനത്തിലേക്ക് ആശ്രയിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ പ്രതിസന്ധികളിൽ ദൈവത്തെ തെറ്റായി പറയുവാനും ശത്രുക്കൾക്കെതിരെ പ്രതികരിക്കുവാൻ തക്കവണ്ണം അവൻ തയ്യാറാകാതിരുന്നിട്ട് അവൻ ദൈവത്തോട് പറയുകയാണ്, ഞാൻ എൻ്റെ തെറ്റ് തിരുത്തിയപ്പോൾ ലഭ്യമായ നന്മകളൊക്കെയും ദൈവവചനപ്രകാരമാണ് എന്ന് അവൻ പറയുകയാണ്. ദൈവത്തിൻ്റെ നന്മയ്ക്ക് പ്രത്യേക നന്ദി പറയുവാൻ തക്കവണ്ണം അവനിടയായി തീർന്നു. നമുക്കും ദൈവത്തോട് നന്ദി പറയാൻ റോമാലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. അതായത് രക്ഷാ പദ്ധതിയിലേക്ക് നമ്മൾ കടന്നു വന്നത് ദൈവത്തിൻ്റെ നന്മയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുതലാണ്. അനാദികാലം മുമ്പേ നമ്മളെ സ്നേഹിച്ച് ഈ ഭൂമിയും ഭൂമണ്ഡലവും എല്ലാം ഉണ്ടാക്കുന്നതിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നമ്മളെ തെരഞ്ഞെടുത്തത് യഹോവയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നന്മയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നന്മയെക്കുറിച്ച് ഈ ദൈവവചനം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഈ തിരിച്ചറിവ് കൊണ്ട് ഏതു സാഹചര്യത്തെയും നേരിടുവാൻ തക്കവണ്ണം കഴിയും. പ്രതിസന്ധികൾ വരുമ്പോൾ കരയുവാനല്ല, നിലവിളിക്കുവാനല്ല, അതിനെ ധൈര്യത്തോടെ നേരിടുവാൻ തക്കവണ്ണം ഭക്തന് കഴിയുന്നു. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, യഹോവ തിരുവചന പ്രകാരം നീ അടിയന് നന്മ ചെയ്തിരിക്കുന്നു. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കുകയാൽ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും നൽകണമേ. വചനത്തെ വിശ്വസിക്കുന്നവർക്ക് ദൈവം ജ്ഞാനം നൽകും, അതെനിക്ക് തരണമേ എന്നാണ് ഭക്തന്റെ ആവശ്യം. ബുദ്ധി നമുക്ക് ആവശ്യമാണ്, അത് പ്രധാനമാണ്. ബുദ്ധിയില്ലാതെ നമുക്ക് ജീവിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പ്രായോഗിക തലമാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. നമുക്കെല്ലാം ബുദ്ധിയുണ്ട്, പക്ഷെ പല സ്ഥലത്തും ചെന്ന് ചെയ്യും ഈ ബുദ്ധിയില്ലായ്മ നമ്മൾ കാണിക്കും. ഈ കാണിക്കുന്നതിനെയാണ് പരിജ്ഞാനമില്ലായ്മ എന്നുള്ളതല്ല. നമ്മൾ പറയുന്നത് ചിലർക്ക് അവനൊരു പരിജ്ഞാനമില്ലെന്ന് പറയാറ് ഇതിന്റെ ഭാഗമാണ്. ബുദ്ധിയുടെ പ്രായോഗിക തലം എന്ന് വെച്ചാൽ അത് പ്രയോഗിക്കേണ്ട രീതി നമ്മൾ ചെയ്യാതെ പോവുകയോ തെറ്റായി ചെയ്യുന്നതിനെയാണ് ബുദ്ധിയും പരിജ്ഞാനവും എനിക്ക് ഉപദേശിച്ചു തരണമേ എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അറിവിൻ്റെ ഒരു കാലഘട്ടമാണ്. എവിടെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും നമുക്ക് അറിവ് ഉണ്ട്. അറിവ് ലഭ്യമാകാനുള്ള എല്ലാ സാധ്യതകളും ഉള്ള ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോഴാണ് അറിവില്ലായ്മയുടെ പ്രവർത്തികൾ ഈ ലോകം മൊത്തം നോക്കിയാൽ അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്, അല്ലേ? അറിവില്ലായ്മയുടെ തെറ്റായ കാര്യങ്ങളാണ്. അതായത് അറിവുള്ള കാലഘട്ടത്തും അറിവില്ലായ്മയുടെ കാര്യങ്ങളാണ് ജനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭക്തൻ പറയാണ്, കർത്താവേ, അങ്ങയെ കൂടുതലായി അന്വേഷിക്കുവാനും അങ്ങയിലേക്ക് കടന്നു വരുവാനും എനിക്ക് ബുദ്ധി ആവശ്യമാണ്. ഈ കഷ്ടതയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം എനിക്ക് ബുദ്ധി ആവശ്യമാണ്. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ
ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. അതായത് പരിശോധനകൾ, പരീക്ഷകൾ വരുമ്പോൾ, പരീക്ഷ സാത്താൻ തരുന്നതും പരിശോധന ദൈവം തരുന്നതുമാണ്. നമ്മൾ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം നമ്മൾ 1-2 വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിച്ചതാണ്. അപ്പോൾ നോക്കുക, ഇവിടെ നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം, അതായത് കഷ്ടതയിൽ, എന്തുകൊണ്ട് എനിക്ക് കഷ്ടത വന്നു, എന്തുകൊണ്ട് എനിക്ക് പ്രതിസന്ധി വന്നു, ഞാൻ ദൈവത്തെ അറിഞ്ഞതിൻ്റെ പേരിൽ എന്താണ് എനിക്ക് ഈ പ്രതിസന്ധി വന്നത് എന്ന് എനിക്കറിയുകയില്ല. അതിനെന്ത് വേണം? എനിക്ക് ജ്ഞാനം വേണം. നമ്മൾക്ക് ഈ ലോകത്തിലെ അറിവിനെ കുറിച്ചല്ല വാക്യം പറയുന്നത്. പരിശോധനകൾ വരുമ്പോൾ, പരീക്ഷ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ജ്ഞാനം ആവശ്യമാണ്. കാരണം അതെങ്ങനെ ലഭ്യമാകുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ജ്ഞാനം ആവശ്യമാണ്. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ അത് പറയുന്നത്. 67-ാം വാക്യം വായിച്ചാൽ, സങ്കീർത്തനം ആ പശ്ചാത്തലം വീണ്ടും പറയാണ്, കഷ്ടതയിൽ ആകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നല്ല കാലത്ത് എന്ത് ചെയ്തു? ഈ കഷ്ടത വരുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അത് സങ്കീർത്തനക്കാരൻ തിരിച്ചറിഞ്ഞു. അവൻ്റെ ദുഃഖകരമായ ഒരു വലിയ അവസ്ഥയിൽ കൂടെ അവൻ കടന്നുപോയി. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ അവൻ കടന്നുപോയ കഷ്ടതകൾ എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ വലിയ കഷ്ടതയിൽ കൂടെ സങ്കീർത്തനക്കാരൻ കടന്നു പോവുകയാണ്. ദാവീദാണ് എന്ന് പലരും അവകാശപ്പെടുന്നു, എങ്കിലും നമുക്കറിയുകയില്ല. ആരുമായിക്കോട്ടെ, സങ്കീർത്തനക്കാരൻ ഈ ദുഃഖകരമായ പശ്ചാത്തലത്തിൽ കൂടെ കടന്നുപോയപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ കഷ്ടതയിലാകുന്നതിനു മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ ആ കഷ്ടതയിൽ എനിക്ക് തിരിച്ചറിവ് കിട്ടി, ഞാൻ തിരിച്ചു വന്നു എന്നാണ്. കഷ്ടതകൾ ദൈവസന്നിധിയിലേക്ക് വരുവാൻ ഒരു മുഖാന്തരമായി സങ്കീർത്തനക്കാരൻ ഇവിടെ കാണുകയാണ്. ദൈവം തരുന്ന കഷ്ടതകളിൽ നിന്ന് നാം ഒരിക്കലും ഒഴിഞ്ഞു മാറിപ്പോകരുത്. പഴയ കാലങ്ങളിലൊക്കെ കഷ്ടത വന്നു കഴിഞ്ഞാൽ, പ്രയാസം വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കും, അല്ലേ? അതുകൊണ്ട് ആ സാധു കൊച്ചു കുഞ്ഞുദേശിയും അങ്ങനെയുള്ള പാട്ടുകാരൊക്കെ എന്ത് ചെയ്തത്? അനേകം പാട്ടുകൾ എഴുതിയത്. ഇന്ന് കഷ്ടത വന്നാൽ 3 ദിവസം എന്താ ഉപവാസ പ്രാർത്ഥനയാണ്, കഷ്ടത മാറാൻ. അപ്പോൾ നോക്കുക, ഇന്ന് അതാണ് കാലഘട്ടത്തിന്റെ വ്യത്യാസം, കഷ്ടത മാറ്റുക. എന്നാൽ ഇവിടെ പറയുന്നു, സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമ്മൾക്ക് ചിന്തിക്കാം, കഷ്ടത വരുമ്പോൾ ഒഴിഞ്ഞു മാറുന്നതിനേക്കാൾ ദൈവവചനത്തിൽ, ദൈവത്തിലേക്ക് നമ്മളെ സ്ഥിരതപ്പെടുത്തുന്ന ആ കഷ്ടതകളെ നാം സ്വീകരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അടിച്ചത് കൊണ്ട് ഒരിക്കലും അവർ എന്ത് ചെയ്യത്തില്ല, പണയപ്പോ ഇന്ന് ഇവിടുന്ന് താമസം മാറിയേക്കാന്ന് പറഞ്ഞ് പറയോ? ഒരിക്കലും മാറത്തില്ല. പപ്പ അടിച്ച പറയോ? ഇല്ല, പറയത്തില്ല. കഷ്ടത വന്നു കഴിയുമ്പോൾ, പപ്പ അടിച്ചു കഴിയുമ്പോൾ, അല്ലേ, നമ്മളെ ചേർത്തൊരു പിടുത്തമുണ്ട്, അല്ലേ? സന്ധ്യ ആകുമ്പോൾ, ഉറങ്ങാറാകുമ്പോൾ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാറാകുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്ന. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കഷ്ടതകളിൽ ദൈവം നമ്മളെ കാണാതെ പോകുന്നില്ല. പൊന്ന് ആ മൂശയിലേക്ക് ഇടുമ്പോൾ ആ തട്ടാൻ നോക്കിയിരിക്കുന്നത് പോലെ നോക്കിയിരിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവ വഴികളിൽ കൂടെ സഞ്ചരിക്കുവാൻ, കഷ്ടതയുടെ ആ വഴികളിൽ കൂടെ മനുഷ്യന് ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാൻ തക്കവണ്ണം കഴിയുകയും, ഒരു താഴ്വ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം എന്താണ്? കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. കൂടെയില്ലാതൊരു കഷ്ടതയില്ല എന്ന് നാം മനസ്സിലാക്കണം. ഏത് കഷ്ടതയിലേക്ക് ദൈവം എന്ത് ചെയ്യും? നമ്മളെ വലിച്ചെറിയും. നമ്മൾ ഓർക്കും, കർത്താവേ, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് ഈ കഷ്ടതയിലേക്ക് വീണത്? എന്നാൽ കഷ്ടതയിലേക്ക് നമ്മളെ വലിച്ചെറിഞ്ഞിട്ട്, നമ്മളെ ഒന്ന് രൂപാന്തരപ്പെടുത്തിയിട്ട് പുതിയൊരു പൊന്നായി നമ്മളെ രൂപപ്പെടുത്തുന്ന ഒരു കർത്താവും, ആ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നുവെങ്കിൽ ഈ കഷ്ടതകൾ നന്മയാണെന്നും, ദൈവവചന പ്രകാരമാണ് എനിക്ക് കഷ്ടത വന്നതെന്നും, ഈ കഷ്ടതയിൽ കൂടെ അനേക സഹനശീലങ്ങൾ ഞാൻ പഠിച്ചു എന്നും തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നു. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വായിക്കാം. മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവൻ്റെ ശാസനയെങ്കിൽ മുഷിയുകയുമരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ തന്നെ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു എന്ന് കാണും. യഹോവ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. എന്തിനു ശിക്ഷിക്കുന്നു? കുറച്ചുകൂടെ നല്ലതായി വരുവാൻ തക്കണം, കുറച്ചുകൂടെ നന്നാകുവാൻ, തൻ്റെ പിതാവ് ആഗ്രഹിക്കുന്ന ആ രീതിയിലേക്ക് കടന്നു വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഏതു ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാനം ഫലം ലഭിക്കും. അതിലൂടെ അഭ്യസനം, കഷ്ടതയിൽ കൂടെ അഭ്യസനം ലഭിക്കുക. ഒരുപാട് പഠനങ്ങൾ നമുക്ക് കഷ്ടതയിൽ കൂടെ ദൈവം തരും. അനേക തിരിച്ചറിവുകളെ നമുക്ക് തരും. ആ തിരിച്ചറിവുകൾ പാട്ടെഴുത്തുകാർ പാട്ടായി പാടുമ്പോൾ ചില ചിന്തകളിൽ കൂടെ അനേകരോട് ദൈവവചനത്തിൽ കൂടെ അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ കൂടെ കഷ്ടത നമ്മളോട് സംസാരിക്കുവാൻ്റെ
യോബിനെ നമുക്ക് ഓർക്കാം. യോബിന്റെ കഷ്ടത വന്നപ്പോൾ യോബിന്റെ സ്നേഹിതന്മാർ പറഞ്ഞു, നീ പാപം ചെയ്തതുകൊണ്ടാണ്, നിന്റെ തെറ്റുകൊണ്ടാണ് നിനക്ക് ഈ കഷ്ടത വന്നത്. അങ്ങനെ തെറ്റിദ്ധരിച്ച് അവർ സംസാരിച്ചു. എന്നാൽ നമ്മ ഓർക്കണം, കഷ്ടത നമ്മളെ കൂടുതൽ അഭ്യസനം വരുത്തുന്നതാണ്, പുതിയ പാഠങ്ങൾ നമുക്ക് നൽകുന്നതാണ്. 68 വാക്യം വായിച്ചാൽ ദൈവം നല്ലവനാണ് എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നന്മ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ആളുകൾ ഒരുപാട് ഈ കാലഘട്ടത്തിലുണ്ട്. കാരണം എന്താണ്? ദൈവവചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവവചനം അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതിരിക്കുമ്പോൾ എന്താണ്? ഇതിൽ നിന്ന് മാറിപ്പോകും. കഷ്ടത വരുമ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തും. നന്മ വരുമ്പോൾ ദൈവം നല്ലവനാണെന്ന് പറയുകയും ദുഃഖങ്ങൾ വരുമ്പോൾ തെറ്റാണ് എന്ന്, ദൈവം എന്നെ സഹായിച്ചില്ല, ദൈവം എന്നെ കൈവിട്ടു എന്ന് പറയുന്ന ആളുകൾ. ദുഃഖം വരുമ്പോൾ പാസ്റ്ററോടും വിശ്വാസികളോടും വരെ പിണങ്ങുന്ന ആളുകളുണ്ട്, ഇല്ലേ? പിണങ്ങി അങ്ങ് നടക്കും. ചില ആൾക്കാർ പ്രയാസം വന്നാലും പ്രതിസന്ധി പിണങ്ങി നടക്കുന്ന ഒരുപാട് ആളുകൾ, അങ്ങനെയും ചില ആളുകൾ. അപ്പോൾ അങ്ങനെയൊന്നും നാം ആകരുത്. ദുഃഖങ്ങളിലും കർത്താവേ, അങ്ങ് എനിക്ക് ഈ കഷ്ടതയിൽ എന്നെ ഉപദേശിച്ച് നടത്തണമേ, ആ നന്മയിലേക്ക് നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായി കഴിയണം. 69 വാക്യത്തിൽ വായിക്കുന്നു, അഹങ്കാരികൾ എന്നെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി, ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അഹങ്കാരികൾ എന്നെക്കുറിച്ച് നുണ പറഞ്ഞ് ഉണ്ടാക്കി. ഇത്രയും പ്രതിസന്ധികൾ കടന്നു പോകുമ്പോഴാണ് സങ്കീർത്തനക്കാരന്റെ ശത്രുക്കൾ അവനെതിരെ നുണ പറഞ്ഞ് ഉണ്ടാക്കി. ഭയാനകരമായ ഒരവസ്ഥയാണ്. നമ്മളെക്കുറിച്ച് തെറ്റായത് പറഞ്ഞ് പരത്തുന്ന ആളുകൾ. വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും ഇന്ന് നുണയ്ക്ക് PG എടുത്ത് ഡിഗ്രി എടുത്ത് ആളുകൾ ഒരുപാടുള്ളൊരു കാലം. പഴയ കാലഘട്ടത്തിലൊക്കെ ഒരു നുണ പറഞ്ഞാൽ കർത്താവിനെ ശിക്ഷിക്കുമെന്നും ഞാൻ പാപമാണ് ചെയ്യുന്നത് എന്നും വിചാരിക്കുന്ന ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായി. എന്നാൽ ഇന്ന് ദൈവസഭയിലും ഒക്കെ നുണകൾ പ്രചരിപ്പിക്കുന്ന ചില ജഡീക ചിന്തകൾ, പ്രാകൃതരായ ചില ആളുകളുള്ള ഒരു കാലഘട്ടമാണ്. കാരണം എല്ലാ വക മീനും വന്ന് അകത്ത് കയറിയത് കൊണ്ട് ഇതിനകത്ത് നുണയന്മാരുണ്ട്, അഹങ്കാരികളുണ്ട്, ദൈവസ്നേഹമില്ലാത്തവരുണ്ട്. അങ്ങനെ ജഡീകരായ ആളുകൾ ഉള്ളതുപോലെ തന്നെ പഴയ ആ കാലഘട്ടത്തിലും ഇവിടെ സങ്കീർത്തനക്കാരനെതിരെ നുണ പറഞ്ഞുണ്ടാക്കും. ഒരു നുണ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ തലവും ആകൂ, അല്ലേ? ആലോചിക്കാതെ പെട്ടെന്നൊരു നുണ ഉണ്ടാക്കാൻ പറ്റൂ? ഇല്ല. അതിൻ്റെ എല്ലാ തലങ്ങളും എന്താണ് പറയേണ്ടത് അവർ തിരിച്ച് പറഞ്ഞാൽ, അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അതിന് റിപ്ലൈ കൊടുക്കുവാനൊക്കെ വലിയൊരു പരിശ്രമമാണ് ഈ നുണ പറഞ്ഞുണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫാക്ടറികൾ വരെ ചില ആൾക്കാർ വലിയ ഗോഡൗണിലൊക്കെ ശേഖരിച്ചു വെച്ചേക്കുക. അത് ആവശ്യത്തിന് വരുമ്പോൾ എടുത്ത് പ്രയോഗിക്കുന്ന ഒരുപാട് ആളുകൾ. നുണയുടെ ഗോഡൗണുകൾ ചില മനുഷ്യരുടെ ഹൃദയങ്ങളിലുണ്ട്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണെന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ നുണയും പരിഹാസവും അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. യഥാർത്ഥ ഭക്തനെതിരെ നുണയുണ്ടാകും, പരിഹാസമുണ്ടാകും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ലോകം നിങ്ങളെ വെറുക്കുന്നു എങ്കിൽ അത് നിങ്ങളെ വെറുക്കുന്നതിന് മുമ്പേ എന്നെ വെറുത്തുവെന്ന് നിങ്ങൾ അറിയുക. നമ്മളെ വെറുക്കുന്നുവെങ്കിൽ നാം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവിനെയും അവർ വെറും. ദൈവവചനം പ്രസംഗിച്ച എല്ലാവരെയും അവർ വെറും. അതുകൊണ്ടല്ലേ പൗലോസ് പോലുള്ള യോഹന്നാൻ ഒഴികെയുള്ള യേശുവിൻ്റെ ശിഷ്യന്മാർക്കെല്ലാം അവരെല്ലാം കൊന്നുകളയേണ്ടത്. നമുക്കറിയാം, യാക്കോബിൻ്റെ ലേഖന കർത്താവായ യാക്കോബിനെ തുണി അലക്കുന്ന കമ്പുകൊണ്ട് തലയടിച്ച് തലച്ചോർ പുറത്തു വരുന്ന രീതിയിലാണ് കൊന്നതുപോലെ. ആദിമസഭ വലിയ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ കൂടെയൊക്കെ കടന്നുപോയി. വലിയ കഷ്ടതയിൽ കൂടെ കടന്നുപോയതിൻ്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ ദൈവമെന്ന നന്മ. അതുകൊണ്ട് നുണകൾ പറഞ്ഞുണ്ടാക്കിക്കോട്ടെ, നമ്മളെ പരിഹസിച്ചോട്ടെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. അടുത്ത വാക്യം വായിക്കുക. നമ്മൾ എനിക്കെതിരെ നുണ പറയുന്ന, എന്നെ കഷ്ടതയിൽ കൂടുതൽ കുത്തി നോവിക്കുന്ന ആളുകളുടെ അവർ എങ്ങനെയാണ്? അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ എന്നാണ് പറയുന്നത്. അഹങ്കാരികളുടെയും വ്യാജം പറയുന്ന വ്യക്തികളെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവരുടെ ഹൃദയം കൊഴുപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വെറുപ്പുളവാക്കുന്നവരാണ് അവർ. എബ്രായ ഭാഷയിൽ അവരുടെ ഹൃദയം മങ്ങിയതും
വിവേകമില്ലാത്തതും എന്നാണ് പറയുന്നത്. വിവേകമില്ലെന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലെന്നല്ല, അവർക്ക് ആ വിവേകപൂർണം ചെയ്യേണ്ട കാര്യങ്ങൾ അവർ അതല്ലാതെ ചെയ്ത് മറ്റുള്ളവരെ ദ്രോഹിക്കുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയത്തിൽ ആ നിന്ന അല്ലെങ്കിൽ അവന്റെ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചിരിക്കും. നമുക്കറിയാം, ചില ആളുകളെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്ന ചില ആളുകളൊക്കെ ഈ ദുഷ്ടത കൂട്ടുന്ന ആളുകളുണ്ടല്ലേ, അവര് എത്ര നല്ലത് പറഞ്ഞാലും ദുഷ്ടത പറയുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയ ചെന്നാൽ മതി, ഈ ദുഷ്ടത ഒരു കാര്യമില്ലാതെ വന്ന് പറയുന്ന ആളുകളൊക്കെ. അപ്പോൾ എന്താണ്, അവരുടെ ഹൃദയത്തിൽ കൊഴുപ്പാണ്. നമ്മൾ ഭക്തന്മാർ അല്ലെങ്കിൽ വിശ്വാസികൾ ആരും അങ്ങനെ ആകരുത്. ദൈവവചന കേൾവിയിലൂടെ ഈ കൊഴുപ്പുകളൊക്കെ മാറിപ്പോകും. നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന മറ്റുള്ളവരോട് നിന്നയുള്ള, മറ്റുള്ളവരെ പരിഹസിക്കുന്ന, മറ്റുള്ളവരെ താത്തിക്കെട്ടുന്ന, മറ്റുള്ളവർക്കെതിരെ നുണയുണ്ടാക്കുന്ന ആ കൊഴുപ്പുകളെ ദൈവവചനം കേൾക്കുമ്പോൾ അത് ഉരുകിപ്പോകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ തന്നെ നാം ജീവിക്കുമ്പോൾ മറ്റുള്ള ഒരാളെ നിന്ദിക്കുവാനോ പരിഹസിക്കുവാനോ നമുക്കിടയാകില്ല. 71 വാക്യത്തിലേക്ക് വരുമ്പോൾ, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി. കഷ്ടതകൾ നല്ലതാണ് എന്ന് പറയുന്ന ആളുകളെ നമ്മൾക്ക് അപൂർവം മാത്രമേ കാണുവാനായി സാധിക്കൂ. ലോകപരമായി പോലും കഷ്ടതകൾ അനുഭവിച്ചവരെ ഇന്ന് നാം വാഴ്ത്തിപ്പാടുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം, നമുക്ക് സ്വാതന്ത്ര്യം ലഭ്യമായതിൻ്റെ പേരിൽ എത്രയെത്ര അല്ലേ ആളുകൾ കഷ്ടത അനുഭവിച്ചു, എത്രയെത്ര നേതാക്കൾ കല്ലുറങ്കലിലേക്ക് പോയി, കാരാഗ്രഹങ്ങളിലേക്ക് പോയി. അപ്പോൾ കഷ്ടത നല്ലതാണ്, അതിൻ്റെ ആത്യന്തിക ഫലമാണ് നന്മ. ആദ്യം നമുക്ക് അതൊരു കഷ്ടതയായി അനുഭവിക്കും എങ്കിലും പിന്നീട് അതൊരു നന്മയായി നമ്മൾക്ക് അത് അനുഭവിക്കുവാൻ തക്കവണ്ണം കഴിയും. നമ്മുടെ പ്രശ്നങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ സ്വയം ഉണ്ടാക്കിയ പ്രശ്നമുണ്ട്. എന്നാൽ നാം ദൈവത്തെ അറിയുന്നു എങ്കിൽ നമ്മുടെ ഏത് കഷ്ടതയായിക്കോട്ടെ അത് നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുവദിക്കും. കഷ്ടതയിൽ നമുക്കൊരുപാട് പാഠങ്ങൾ ദൈവം നമുക്ക്, അതുകൊണ്ടല്ലേ ഒരു അച്ഛൻ പാടി, എന്താ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല അല്ലേ. അദ്ദേഹത്തിന് വലിയ പ്രതിസന്ധി, ക്യാൻസർ ആയിരുന്നു അല്ലേ. ക്യാൻസർ വന്നപ്പോൾ അദ്ദേഹം പാടി, എന്താണ് ഒരു മഴയും തോരാതിരുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കഷ്ടതയ്ക്ക് ഒരറുതിയുണ്ട്, ഈ പ്രയാസത്തിന് ഒരറുതിയുണ്ട്, ഈ മഴയ്ക്ക് ഒരറുതിയുണ്ട്. അത് തോർന്നു തീരും. ആ തോർന്നു തീരുന്ന അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ നടത്തുകയാണ്. ഈ കഷ്ടത നിത്യതയിലേക്ക് ദൈവം നമ്മളെ കൈപിടിച്ചുകൊണ്ട് പോകുന്ന അനുഭവമാണ്. അതിന് നാം എന്ത് ചെയ്യണം? പ്രാർത്ഥനയോടെ അതിനെ നേരണം. ഒരു കൈത്തോട് ചാടിക്കടക്കുന്ന ആർജവത്തോടു കൂടി ഒന്ന് പിന്നോട്ടാഞ്ഞ് ആ കഷ്ടതയെ നേരിട്ട് അതിനെ തരണം ചെയ്ത് അപ്പുറത്ത് കടക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. കഷ്ടത നല്ലതാണ്. ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവിട്. എന്തിനാണ് നമുക്ക് കഷ്ടത തരുന്നത്? നമ്മൾ അധികം ഫലം കായ്ക്കേണ്ടതിനാണ് നമ്മളെ ചെത്തി വെടിപ്പാക്കുന്നത്. അതുകൊണ്ട് കഷ്ടത വരുമ്പോൾ ഭാരപ്പെടേണ്ട. നമ്മളെ ചെത്തുന്നത് നമ്മൾ കൂടുതൽ ഫലം കായ്ക്കുവാനാണ്. ഈ നമ്മളൊരു കഷ്ടത അനുഭവിച്ചാണെങ്കിൽ നമ്മളെപ്പോലെ കഷ്ടത അനുഭവിക്കുന്ന ഒരാളെ കാണുമ്പോൾ അവരെ സ്നേഹിക്കുവാനും അവരെ പരിലാളിക്കുവാനും തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരും. അതെന്തുകൊണ്ടാണ്? നമ്മൾക്ക് ആ കഷ്ടതയിൽ കൂടെ നമ്മൾ കടന്നുപോയത് കൊണ്ടാണ്. കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നവനെ പരിഹസിക്കരുത്, പ്രതിസന്ധി ഉള്ളവനെ പരിഹസിക്കരുത്, ദരിദ്രനെ പരിഹസിക്കരുത്. കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നവന് കണ്ടോ ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു, പിന്നെ ദൈവം അനുഗ്രഹിച്ചില്ല എന്ന് പറയുമ്പോൾ നിത്യത നിനക്ക് നഷ്ടമാകുകയാണ്. നുണ പറയുന്നവന് നിത്യത നഷ്ടമാകുകയാണ്. അഹങ്കാരികൾക്ക് നിത്യത നഷ്ടപ്പെടുകയാണ്. അപ്പം അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും നാം എന്ത് ചെയ്യരുത്, നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്. ഇത് വലിയ ബഹളമുള്ള പ്രസംഗമൊന്നുമല്ല, പക്ഷേ ഇത് കേൾക്കണം. ഇത് കേട്ട് ഹല്ലേലൂയ നമ്മുടെ കഷ്ടതയിൽ നാം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവം നമുക്ക് പിന്നീട് നമുക്ക് സമയമില്ലല്ലോ, അവസാന വാക്യത്തിലേക്ക് വരാം. 1000 പൊൻവെള്ളി നാണ്യത്തെക്കാൾ നിന്റെ വായിൽ നിന്ന് വരുന്ന ന്യായപ്രമാണമാണ് എനിക്ക്. ഈ ലോകത്തിലെ ധനത്തെക്കാൾ ദൈവത്തിൻ്റെ വചനമാണ് പ്രധാനം എന്ന് നാം മനസ്സിലാക്കണം. കാരണം ഈ ലോകത്തിലെ ധനം കൊണ്ട് നമുക്ക് അക്കുരയ്ക്ക് പോകുവാൻ തക്കോണം കഴിയുകയില്ല. നിത്യത നമുക്ക് ലഭ്യമാകുവാൻ തക്കോണം കഴിയുകയില്ല. അതുകൊണ്ടാണ് ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. അവൻ സൂചിക്കുഴയിൽ കൂടെ അത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? നമുക്കൊരു എനിക്കാണ് ഇന്നൊരു സൂചി നൂലും തന്നെ കോർക്കാൻ അറിയത്തില്ല. ഞാൻ ഏറ്റവും ലാസ്റ്റ് കോർത്തത് ഇവിടെ എനിക്ക് കെസിയാണ് കോർത്തത്, ഒരു ബട്ടൺസ് പോയത്. നോക്കുക എത്ര വർഷമായി
3-4 വർഷമായി. അന്ന് മുതലേ നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. ഒരു ധനവാനെ സംബന്ധിച്ച് അവൻ സ്വർഗരാജ്യത്തിൽ കടക്കണവന്റെ സൂചിക്കുഴ കൂടെ, ഈ ഭക്തന് മാത്രമല്ല നമുക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ സൂചിക്കുഴക്ക് അപ്പുറത്തോട്ട് കിടക്കാൻ പറ്റത്തില്ല. നമ്മൾക്ക് ധനമല്ല, ഈ ലോകത്തിലെ ധനമല്ല പ്രധാനം, ദൈവം എന്ന നന്മ, യേശുക്രിസ്തു എന്ന നന്മ സ്വന്തം. ഈ ലോകത്തിൽ നമുക്കൊരു 70 അല്ലെങ്കിൽ കൂടി വന്ന് 100 വർഷം അങ്ങ് ജീവിച്ചെന്നിരിക്കട്ടെ. എന്നാൽ നിത്യതയാണോ 100 വർഷമാണോ പ്രധാനം? ഈ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഈ ധനത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഇവിടെ നമുക്ക് മാമോന്റെ കൂട്ടത്തിൽ നമുക്ക് നിത്യതയിൽ വാഴാം. ക്രിസ്തു എന്ന നന്മ നാം അനുഭവിക്കുന്നുവെങ്കിൽ, ക്രിസ്തു എന്ന ധനം നാം അനുഭവിക്കുന്നുവെങ്കിൽ, അതിനെ നാം പിന്തുടരുന്നുവെങ്കിൽ, ക്രിസ്തു എന്ന ആ ധനത്തോടുകൂടെ നമുക്ക് നിത്യതയിൽ വാഴാം. മാമോനോടുകൂടെ വാഴണോ, യേശു ക്രിസ്തുവിനോടുകൂടെ വാഴണമോ എന്ന് നാം ഒന്ന് ഈ സങ്കീർത്തനത്തിൽ കൂടെ നാം ഒന്ന് പരിശോധിക്കണം. അതിന് നാം ചെയ്യേണ്ടത് ഒരുപാടുണ്ട്. കഷ്ടതകളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ ആരെയും നിന്ദിക്കുകയോ പരിഹസിക്കുകയോ അതിൻ്റെ അകത്ത് നമ്മുടെ കമൻറ്റുകളൊക്കെ മാറ്റിവെച്ചിട്ട്, കർത്താവേ ഈ കഷ്ടത എനിക്ക് നന്മയാക്കി മാറ്റണമേ, ഇത് നിത്യതയുടെ ഓഹരിക്കാരാക്കി എന്നെ മാറ്റണമേ എന്ന് നാം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ദൈവം നമ്മളെ നിത്യതയ്ക്ക് അവകാശികളാക്കി തീരും. ക്രിസ്തു എന്ന ധനം നാം പൂർണ്ണമായി പിൻപറ്റുക, അതിനെ നാം കൂടുതലായി സ്വീകരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് സാക്ഷ്യങ്ങൾക്കുള്ള അവസരമാണ് കുഞ്ഞുങ്ങൾക്ക്.